ആചാര്യനും ഗുരുവും ഒന്നായി വരാം. ദീക്ഷ കൊടുക്കുന്ന ആളിനെയാണ് ഗുരു എന്ന് വിളിക്കുന്നത്. ആചരിച്ച് ശീലം വരുമ്പോൾ ആചാര്യനാണ്. ഉപാധ്യായൻ, ആചാര്യൻ, ഗുരു, ഇങ്ങനെയൊക്കെ ഭേദമുണ്ട്. നമ്മൾ ഇന്നലെ കൊണ്ടുവച്ചതിൻ്റെ ബാക്കി തീർക്കണോ വേണോ? കാരണം നമ്മളൊരു സ്ഥലത്ത് കൊണ്ട് അങ്ങനെ വച്ചിരിക്കുകയാണ്. ജ്യേഷ്ഠയിൽ നിന്ന് ബ്രഹ്മാവും ചന്ദ്രനും, വാമയിൽ നിന്ന് ക്രിയാസ്വരൂപനായ വിഷ്ണുവും ആദിത്യനും ഉണ്ടായി. ശിവശക്തിമയമായ ബീജത്തിൽ നിന്ന് അവ്യക്തരൂപമായ ശബ്ദമാദ്യമുണ്ടായി. അതാണ് ശബ്ദബ്രഹ്മം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം വരുന്ന അവിടെ നിന്നാണ്. ശബ്ദത്തിൻ്റെ അർത്ഥമാണ് ശബ്ദബ്രഹ്മമെന്നും ചിലർ പറയുന്നുണ്ട്. എന്നാൽ ശബ്ദാർത്ഥങ്ങളിൽ നിന്ന് അവയുടെ ജഡത്വം ഹേതുവായി രണ്ടിൻ്റെയും സിദ്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് സർവഭൂതങ്ങളിലും അടങ്ങിയിരിക്കുന്ന ചൈതന്യമാണ് ശബ്ദബ്രഹ്മം. ഇതാണ് യോഗികളുടെ സുചിന്തിതമായ അഭിപ്രായം. അത് പ്രാണികളുടെ ദേഹത്തിലുള്ള കുണ്ടലിനി രൂപത്തോടും ഗദ്യപദ്യാദി ഭേദങ്ങളോടും കൂടിയാണ് പ്രത്യക്ഷമാകുന്നത്. നമ്മളിന്ന് പകല് പഠിച്ച ശൈവാഗമത്തിൻ്റെ ഒരു സ്ഫുലിംഗവും ഈ പഠനത്തിലുണ്ട്. ബംഗാളത്തിലും മഹാരാഷ്ട്രത്തിലും ആന്ധ്രയിലുമൊക്കെ പ്രചലിതമായിരിക്കുന്ന ഈ ചിന്തയിൽ തമിഴകത്തുമൊക്കെ അതുകൊണ്ട് ഗദ്യപദ്യാദി ഭേദങ്ങളോടുകൂടി പ്രത്യക്ഷമാകുന്ന ഈ ശബ്ദബ്രഹ്മം ശിവശക്തിമയമായി, കാലരൂപമായി, ബിന്ദുവായി കാണപ്പെടുന്ന ശിവനിൽ നിന്ന് സർവവ്യാപിയായി ലോകസാക്ഷിയായിരിക്കുന്ന സദാശിവനും, സദാശിവനിൽ നിന്ന് ഈശ്വരനും, ഈശ്വരനിൽ നിന്ന് രുദ്രനും, രുദ്രനിൽ നിന്ന് വിഷ്ണുവും, വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവും ഉണ്ടായി. ഇതാണ് അതിൻ്റെ ലോകവ്യവഹാരത്തിൻ്റെ ക്രമിക വികാസം താന്ത്രികമായി പറയുന്നത്. നമ്മൾ പറഞ്ഞു വെച്ചത് ഇവിടം വരെയായിരുന്നു. സദാശിവന് മൂലമായി വികൃതമായിരിക്കുന്ന പരവസ്തുവിൽ നിന്ന്, മൂലപ്രകൃതിയിൽ നിന്ന് ഗുണദോഷങ്ങളോടും അന്ധക്കരണങ്ങളോടും കൂടിയ മഹത്തത്വമുണ്ടായി. പിന്നെ സൃഷ്ടിഭേദം കൊണ്ട് ആ മഹത്തത്വം വൈകാരികൻ, തൈജസൻ, ഭൂതാനി എന്ന് മൂന്നായി പിരിഞ്ഞു. ഈ അഹങ്കാരത്രയത്തെ സാത്വികം, രാജസം, താമസം എന്ന് വ്യവഹരിക്കുന്നു. വൈകാരികനെ, തൈജസനെ, ഭൂതാനിയെ. വൈകാരികങ്കൽ നിന്ന് മരുത്ത്, ആദിത്യൻ, വരുണൻ, അശ്വിനി ദേവന്മാർ, അഗ്നി, ഇന്ദ്രൻ, വിഷ്ണു, മിത്രൻ എന്ന ഇന്ദ്രിയാധിഷ്ഠാതൃ ദേവതകൾ 10 ഉണ്ടായി. 10 ഇന്ദ്രിയങ്ങളുടെ. തൈജസനിൽ നിന്ന്
ദശേന്ദ്രിയങ്ങളും ഭൂതാനിയിൽ നിന്ന് തന്മാത്രാക്രമത്തോടെ പഞ്ചമഹാഭൂതങ്ങളും ഉണ്ടായി. ഇതിനെയാണ് തന്ത്രം സ്വീകരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, തന്ത്രത്തിലെ പ്രധാന വിഷയങ്ങളിലൊന്ന് സൃഷ്ടിയാണ്. സൃഷ്ടിയെ ഇങ്ങനെയാണ് കാണുന്നത്. ഇതിലോരോന്നിൻ്റെയും ആഗമനം, സൃഷ്ടിയിൽ ആദ്യം ഒരു ജീവി ഉണ്ടാവുക, അതിൽ നിന്ന് പൊട്ടിവിടരുക, ഇങ്ങനെയുള്ള സങ്കല്പങ്ങളൊന്നുമല്ല തന്ത്രാഗമങ്ങൾ സ്വീകരിക്കുന്നത്. വളരെ കൃത്യമായൊരു ക്രമിക വികാസം അതിനുണ്ട്. ആദിയിൽ ശബ്ദത്തിൽ നിന്ന് ആകാശം, സ്പർശത്തിൽ നിന്ന് വായു, രൂപത്തിൽ നിന്ന് അഗ്നി, രസത്തിൽ നിന്ന് ജലം, ഗന്ധത്തിൽ നിന്ന് പൃഥ്വി, ഇങ്ങനെ ഉണ്ടായി. ഈ സൂക്ഷ്മഭൂതങ്ങളെ ആണ് തന്മാത്രകൾ എന്ന് വിളിക്കുന്നത്. തെറ്റിദ്ധരിക്കുകയും അരുത്. നിങ്ങൾ തന്മാത്ര എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ സ്വഭാവം നിലനിൽക്കുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണത്തെയാണ്. മലയാളത്തിലേക്ക് മോളിക്യൂൾ എന്ന പദം മൊഴിമാറ്റം ചെയ്യുമ്പോഴാണ് നിങ്ങൾ തന്മാത്ര എന്നെടുക്കുന്നത്. അതല്ല ഈ സാധനം. അതുകൊണ്ട് ആ ശാസ്ത്രം തലയിൽ കിടക്കുന്നത് കൊണ്ട് അതിനേക്കാൾ സൂക്ഷ്മമായ തലത്തിലുള്ള ഇത് മനസ്സിലാക്കാൻ പ്രയാസം വരും. ആകാശ ഉത്ഭവസ്ഥാനമായ ശബ്ദം ആത്മാവാണ്. അതിനാൽ ഭൂമിയിൽ നിന്ന് ഔഷധിയും അതിൽ നിന്ന് അന്നവും, അന്നത്തിൽ നിന്ന് പ്രാണനും, പ്രാണനിൽ നിന്ന് പുരുഷനും. ഇതാണ് ഇതിന്റെ ക്രമം. ഇതിങ്ങനെ തന്നെ പഠിക്കുകയും വേണം. ജീവൻ പുരുഷയനാത് ഇതി പുരുഷൻ. അതുകൊണ്ട് ശ്രദ്ധിച്ച് ആദ്യം ഒന്ന് കേട്ടു നോക്കുക. കേട്ടില്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നതും ഇതുവരെ പഠിച്ചതുമായ തലത്തിലെ ചോദ്യങ്ങൾ ഉത്തരം ഞാൻ പറഞ്ഞു തന്നാലും വെറുതെ നമ്മളിവിടെ കൂടിയിട്ട് പോയെന്നേ ആവുക. വെറുതെ ഒരു കുസൃതിക്ക് കുറെ ചോദ്യം ചോദിച്ചു. ആദ്യമായി ക്ലാസ്സിൽ വരുന്നതാണ് എങ്കിൽ ഞാൻ 2-3 ചോദ്യം സ്വാമിയോട് ചോദിച്ചു. സ്വാമി എനിക്ക് ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് എനിക്ക് നിശ്ചയമില്ല. ചോദിച്ചത് എന്താണെന്ന് സ്വാമിക്ക് നിശ്ചയം ഉണ്ടാവില്ല. വെറുതെ ഒരു ജിജ്ഞാസ കൊണ്ട്, കുസൃതി കൊണ്ട്. അങ്ങനെയാണ് ഇന്ന് മിക്കവാറും ചോദ്യങ്ങളും ഉത്തരങ്ങളും രണ്ട്. ചോദ്യകർത്താവിനെയും ചോദ്യത്തെയും മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഉത്തരം വേണം, ചോദ്യം വേണം. അത് കുടുക്കിക്കൊള്ളുന്നതുമായിരിക്കണം. എനിക്ക് സംഘാടകർ ഈ സാധനം തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് തന്നിട്ടുമില്ല. മറ്റൊന്ന്, സഭയിൽ ക്ലാസ്സിലിരിക്കുന്ന ഏത് ആൾ ചോദ്യം ചോദിച്ചാലും അയാളൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം അവന്റെ ശത്രുവുമായി. ഈ ആയുധം വക്താവിന്റെ കയ്യിൽ വലിയൊരു ആയുധമാണ്. Am I right? Am I right? ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ചോദിച്ചത്, നിങ്ങൾക്ക് പ്രയോജനമുള്ള വല്ലതും ചോദിക്കുക. ഞാൻ എനിക്ക് അറിയുന്നിടത്തോളം വിപുലമായി അതിനെ ഞാൻ വിശദീകരിച്ചു തരാം. എന്നിട്ട് ക്ഷമയോടുകൂടി
കുറേ കാലം പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമ്മളൊരു ചോദ്യം ചോദിക്കാൻ പഠിക്കും. മനസ്സിലായോന്നറിയില്ല. നമ്മൾ പഠിക്കുകയില്ല, ഒരു ചോദ്യം ചോദിക്കാൻ പഠിക്കും. എന്നിട്ട് ചോദിച്ചാൽ നമുക്ക് വല്ലതൊക്കെ ഗ്രഹിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായി അതാമേ ഈശ്വരനുണ്ടോ, ട്രെയിനിലൊക്കെ കയറുമ്പോഴും ബസ്സിലൊക്കെ കയറുമ്പോഴും അടുക്കിയിരിക്കുന്ന ആളിനെ പിടിച്ചു മാറ്റിയിരുത്തിയിട്ട് ചോദിക്കുന്ന പോലെ ചോദിച്ച് നിങ്ങളുടെ സമയം കളയാമെന്നല്ലാതെ 1 മണിക്കൂറോ 3/4 മണിക്കൂറോ കിട്ടിയ സമയം അല്പവും കളയാതെ നിങ്ങളുടെ ബ്രെയിൻ സർജനത്തിന് വിധേയമാണ്. അല്പം സമയം പോലും കളയരുത്. കാരണം നിങ്ങളുടെ ഓരോ സെക്കൻഡും സ്പന്ദിക്കുകയാണ്, സ്പന്ദമാവിനി. ഓരോ സെക്കൻഡും സ്പന്ദിക്കുന്നത് യമനിലേക്ക് യാത്ര ചെയ്യാനാണ്. ഇതാ മോക്ഷത്തിന്റെ കാലം അടുത്തിരിക്കുന്നു. നിന്റെ സ്പന്ദങ്ങൾ ഓരോന്നും മോക്ഷത്തിന് ഉപയോഗിക്കുന്നു. വേഗത്തിൽ മോക്ഷത്തിലേക്ക് പോകും എന്ന് പറയുന്ന ഒരു സമയത്തായിരിക്കുന്നത്. അതുകൊണ്ട് 1 സെക്കൻഡ് പോലും കളയാതിരിക്കാൻ നോക്കുക. പരമാവധി സഹായിക്കാൻ ഞാൻ നോക്കും. തിരിച്ചായാൽ പരമാവധി സഹായിക്കാൻ ഞാൻ നോക്കും. മനസ്സിലായില്ല? ആദ്യത്തെ പരിപാടിയിൽ പരമാവധി സഹായിച്ച് വേഗത്തിൽ അവിടെ എത്തിക്കാൻ നോക്കും. അങ്ങനെ എല്ലാം തോന്നിയാൽ മാക്സിമം താമസിപ്പിക്കാനും ഞാൻ നോക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ ചോദ്യങ്ങൾ പരമാവധി പ്രയോജനപ്രദമായി. കിട്ടിയ സമയം അല്പവും കളയരുത്. പുരിശയനാത് ഇതി പുരുഷ. 3 പുരങ്ങളിൽ ശയിക്കുന്നവൻ പുരുഷൻ. 3 പുരങ്ങൾ: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. ഈ 3 പുരങ്ങളിൽ ശയിക്കുന്ന പുരുഷൻ, ആ തലത്തിലാണ് ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് ഔഷധിയും അതിങ്കൽ നിന്ന് അന്നവും, അന്നത്തിൽ നിന്ന് പ്രാണനും. ഈ താന്ത്രിക സങ്കല്പത്തിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞത് മനുഷ്യന് ജീവനുണ്ടെന്നും ജന്തുക്കൾക്ക് ജീവനുണ്ടെന്നുമുള്ള സങ്കല്പങ്ങളെ ആഗമങ്ങൾ സമ്മതിക്കുന്നില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവൻ എന്നെയും നിങ്ങളെയും വിട്ടുപോകുമ്പോൾ അത് നമ്മുടെ സ്വന്തമല്ല. ഇന്നലെ നമുക്ക് ഈ സാധനം ഉണ്ടായിരുന്നില്ല. പ്രാണൻ അന്നത്തിലാണിരുന്നത്. അതുകൊണ്ട് അന്നമഹത്വം വളരെ വലുതാണ്. പ്രാണനിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ വന്നാൽ പ്രാണന് കാരണമായിരിക്കുന്ന അന്നത്തെ ബുദ്ധിയുള്ളവൻ ശ്രദ്ധിക്കും. അന്നത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ വന്നാൽ അന്നത്തിന് കാരണം ഏത് ഔഷധിയിൽ നിന്ന് അന്നമുണ്ടായി അതിനെ ശ്രദ്ധിക്കും. ആ ഔഷധങ്ങൾക്ക് എന്തെങ്കിലും ഔചിത്യഹീനത വന്നാൽ ബുദ്ധിയുള്ളവൻ ഭൂമിയെ ശ്രദ്ധിക്കും. ഇതാണ് അതിൻ്റെ പ്രക്രിയ. ഇത് ഈ സാധനം പഠിച്ചാൽ മാത്രമേ ഉണ്ടാവൂ. ആധുനികമായ എന്തറിവ് പഠിച്ചാലും നിങ്ങൾ ഈ ശ്രദ്ധയുള്ളവരാവില്ല.
അന്നം ന നിന്ദ്യാത് തദ്വ്രതം അന്നം ന പരിചക്ഷ്യേത അന്നം ബഹുകുർവീത. അന്നാത്വൈവ ഖൽവിമാനി ഭൂതാനി ജായന്തി അന്നം പ്രയന്തി അഭിസംവിശന്തി. ഇതെല്ലാം ശ്രുതിയാണ്. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാത് അന്നസംഭവ യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവം എന്ന് സ്മൃതി. ഇവിടെ എല്ലാം ഇതുള്ളൂ. അതുകൊണ്ട് വളരെ കൃത്യതയിൽ ഇത് പറഞ്ഞു തന്നിട്ട് സർവാന്തര്യാമിയായ ചൈതന്യം തന്നെയാണ് പുരുഷനിൽ കുണ്ടലിനി രൂപത്തെ ധരിച്ചിരിക്കുന്നത്, പ്രാപിച്ചിരിക്കുന്നത്. അത് ചൈതന്യരൂപമായി സർവകയായി വിശ്വരൂപിണിയായി ശിവസന്നിധിയെ പ്രാപിച്ച് നിത്യാനന്ദ ഗുണോദയങ്ങളോട് കൂടിയതായി സർവവേദങ്ങളോടും കൂടെ പോകുന്നവളായി, ആ വേദങ്ങളോടുകൂടി അവൾ പോകുന്നത് കൊണ്ടാണ് ആഗമ എന്ന് പേര് വന്നിരിക്കുന്നു. സർവവേദങ്ങളോടും കൂടി പോകുന്നവളായി ആഗമയായി പരമാർത്ഥരൂപയായ പര അപര എന്ന വിഭാഗങ്ങളോടുകൂടിയവളായി തീർന്നിരിക്കുന്നു. അവൾ യോഗികളുടെ ഹൃദയത്തിൽ നർത്തനം ചെയ്യുകയും സർവപ്രാണികളുടെയും മൂലാധാരത്തിൽ മിന്നൽ പിണറിന്റെ ആകൃതിയോടുകൂടി സ്ഫുരിക്കുകയും ശംഖിന്റെ പിരി പോലെ സകലത്തെയും ചുറ്റിയിരിക്കുകയും, എങ്ങനെ ചുറ്റിയിരിക്കുന്നു എന്നുള്ളതിനുള്ള ദൃഷ്ടാന്തമാണ് ശംഖിന്റെ പിരി പോലെ ചുറ്റിയിരിക്കുകയും, എന്നാൽ ചുറ്റിപ്പിടിക്കുന്ന പാമ്പിന്റെ രൂപത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. അവൾ സർവദേവ സ്വരൂപയും സർവതത്വസ്വരൂപയും സൂക്ഷ്മയും അതിസൂക്ഷ്മയും ശിവയും സൂര്യചന്ദ്രാഗ്നികളുടെ മാതാവും ത്രികൂട. അഗ്നികണ്ഠം, സൂര്യകണ്ഠം, ചന്ദ്രകണ്ഠം. ഇതിന് മാതാവും ശബ്ദബ്രഹ്മസ്വരൂപയും ആകുന്നു. അവൾ അക്ഷരങ്ങളുടെ രൂപത്തോടു കൂടിയവളാകുന്നു. പരദേവതയായ ആ കുണ്ടലിനി സർവ ശരീരങ്ങളിലും വിശ്വാത്മാവായിരിക്കുന്ന പരമേശ്വരനാൽ പ്രബുദ്ധയായി മന്ത്രരൂപമാകുന്ന ലോകത്തെ പ്രസവിക്കുന്നു. ഇവിടെയാണ് ദീക്ഷയെ ലഭിക്കുമ്പോൾ സ്ഥൂല ശരീരത്തെ വെടിഞ്ഞിട്ട് മന്ത്രശരീരത്തോടു കൂടിയവനായി യോഗി സഞ്ചരിക്കുന്നത്. സ്ഥൂല ശരീരത്തിൻ്റെ ഓർമ്മയാണ് ഭയം, വിഷാദം, സ്തോഭം, ദ്വേഷം, രാഗം എല്ലാം. എപ്പോൾ ഒരുവൻ തൻ്റെ ഗുരുവിൽ നിന്ന് ദീക്ഷയെ നേടി ദീക്ഷിതനായി മന്ത്രശരീരത്തിലൂടെ സഞ്ചരിക്കുന്നു, സകല ഭയങ്ങളും അവനെ വിട്ടുപോകുന്നു. യാതൊന്നിലും ഭയമില്ല. ആ മന്ത്രലോകത്തെ പ്രസവിക്കുന്നത് ഈ കുണ്ടലിനിയാകുന്നു. എങ്ങനെ പ്രസവിക്കുന്നു എന്ന്
അതിൽ നിന്ന് ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓരോ ചോദ്യവും നിങ്ങൾക്ക് അതിൽ നിന്ന് ചോദിക്കാം. നിങ്ങൾ ചോദിക്കേണ്ട, ഞാൻ തന്നെ ചോദിച്ച് ഞാൻ പറഞ്ഞുതരാം. ചോദ്യം എങ്ങനെയാണ് സംവാദ രൂപേണ ചോദിക്കുന്നത്. ഛലം, വിദണ്ഡ, ജൽപ്പനം, ഇങ്ങനെയൊക്കെ ഒരുപാട് തർക്കം, ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് ആദ്യം ഏതെങ്കിലും ആചാര്യന്മാരെയോ മറ്റുള്ളവരെയോ കണ്ട് ഇരുന്ന് പഠിച്ച് എങ്ങനെ ചോദിക്കാം, ഇങ്ങനെ പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ ചോദ്യം നിങ്ങളെ ദുഃഖിപ്പിക്കാതിരിക്കാനാണ്. മനസ്സിലായോന്നറിയില്ല. ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടുന്ന ഒരു രസം അല്ല, ഉത്തരം ഞാൻ വളരെ സൂക്ഷിച്ചേ പറയൂ. ഒരു പേടിയും കേൾക്കുമ്പോൾ ഒരു ദുഃഖവും വരില്ല. ഞാൻ ഇന്ന് വരെ ഒരാളെയും ദുഃഖിപ്പിക്കുന്ന വിധം ഉത്തരം പറയില്ലെന്നാണ് എൻ്റെ ധാരണ. Am I right? പക്ഷേ നിങ്ങൾ ചോദ്യം ചോദിക്കുന്നതിന് കാരണമായതിനെയൊക്കെ ചിലപ്പോൾ ഞാൻ ഹരിച്ചു കളഞ്ഞ, അതില്ലാന്ന് എനിക്ക് അഭിപ്രായമില്ല. അതുകൊണ്ട് എന്നോട് വെറുപ്പും നിങ്ങൾക്ക് വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ധാരണ. Am I right? ആ നിലയിലേ പറയൂ, അതിനൊന്നും ഒരു സംശയവും വേണ്ട. അതല്ല അതിൻ്റെ വിഷയം. ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളിലെ കുറെ കലകളാണ് ആ ചോദ്യത്തിൽ പങ്കെടുക്കുന്നത്. കുറെ കലകൾ സാക്ഷികളാണ്, കുറെ കലകൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുന്നവരാണ്, കുറെ കലകൾ ആ ചോദ്യം അങ്ങനെയല്ല ചോദിക്കേണ്ടത് എന്ന അഭിപ്രായമുള്ളവയാണ്. മനസ്സിലായെന്നറിയില്ല. ഇവ നിങ്ങളിലൊരു സംഘർഷമുണ്ടാക്കുന്ന ഒരു വേളയിലാണ് അഭിമാനിയായി ചോദ്യം നിങ്ങൾ ചോദിക്കുന്നത്. ചോദ്യം കഴിയുമ്പോൾ ഈ ചോദിച്ച കലകൾ അങ്ങ് പിൻവാങ്ങിയാൽ മറ്റവനെല്ലാം പ്രബലവും. ഇത് പുറത്തുള്ള ആരിലും അല്ല നടക്കുന്നത്, നിങ്ങളിലാണ് നടക്കുന്നത്. Is it true? Am I right? Am I right? ആ ഒരു സംഭവമാണ് നിങ്ങൾക്ക് അറിവില്ലാതാക്കുന്നത്. അത് എൻ്റെ അടുക്ക വന്നിട്ടുണ്ടാവരുത്, എനിക്ക് നിർബന്ധമുള്ളതാണ്. നിങ്ങളിൽ ആരൊരാൾ 5 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് ഇറങ്ങിപ്പോയാലും അറിവോടുകൂടി ഇറങ്ങി. അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നതിനൊരു പ്രക്രിയയുണ്ട്. അതുകൊണ്ടാണ് ലോകത്തെ പ്രസവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് ചോദ്യം, എങ്ങനെ? എങ്ങനെയെന്നാൽ സുഷുപ്ന എന്നു പേരായ നാഡി സ്വരൂപമായിരിക്കുന്ന പരമേശ്വരനോട് അവിരുദ്ധമായ പരാശക്തിയായ കുണ്ടലിനി മൂലാധാരത്തിൽ നിന്ന് പുറപ്പെടുന്നു. സർവലോക സൃഷ്ടികാരണമായ അവൾ ആ വിധത്തിൽ ഗുണിതയായിട്ട് വേദാദി ബീജമായ ഓംകാരം, ശ്രീബീജം, ശക്തിബീജം, കാമബീജം, തുമ്പുരു ബീജം, പിണ്ടബീജം, ചിന്താമണി ബീജം, ഗണേശ ബീജം, മാർത്താണ്ഡ ബീജം, മാർത്താണ്ഡ ഭൈരവ ബീജം, ദുർഗാ ബീജം, നിസൃംഹ ബീജം, വാരാഹ ബീജം, വാസുദേവ ബീജം, ഹയഗ്രീവ ബീജം, പുരുഷോത്തമ ബീജം, ഇങ്ങനെ ഏകാക്ഷര രൂപങ്ങളായ ബീജങ്ങളെയും അന്യങ്ങളായ ബീജാക്ഷരങ്ങളെയും അപ്പോൾ തന്നെ പുറപ്പെടുവിക്കുന്നു. ഇങ്ങനെയാണ് പ്രസവിക്കുന്നത്.
ഇതാണ് തന്ത്രരഹസ്യം. എങ്ങനെയാണ് അവൾ പ്രസവിക്കുന്നത്? അവള് പരമേശ്വരനോട് അവിരുദ്ധയായിട്ട്, അതുകൊണ്ടാണ് താന്ത്രിക ആചാരപ്രകാരം തന്നിൽ തന്നെയുള്ള ശക്തിയും തന്നിൽ തന്നെയുള്ള ശിവനും രമിക്കുന്ന ആചാരത്തിലൂടെ ബ്രഹ്മചാരിയും ഭർത്താവിലുള്ള പരമേശ്വരനും ഭാര്യാരൂപിണിയായ പരമേശ്വരിയും ചേർന്ന് ഗൃഹസ്ഥരും സമ്യക്കാകും വിധം അവിടെ അവിരുദ്ധത വാക്കില്, മനസ്സില്, പ്രവൃത്തിയില് എല്ലാം ഒരു അവിരുദ്ധത വേണം. തന്ത്രാഗമങ്ങളുടെ സ്വാധീനം അറിയണമെങ്കിൽ ഒരു 100 കൊല്ലത്തിനപ്പുറം പുറകോട്ട് പോകണം. നിങ്ങളിലൊരു 60 വയസ്സിൽ കൂടുതലുള്ള ഏതൊരാളുടെ കുട്ടിക്കാലം എടുത്താലും സ്ത്രീ പുരുഷ ബന്ധം ഭാരതത്തിൽ അവിരുദ്ധമാണ്. വൈരുദ്ധ്യങ്ങളില്ല. ഭാര്യയിൽ നിന്ന് ആദ്യം ഒരു ശബ്ദമുണ്ടായാൽ അത് ശക്തിയിൽ നിന്ന് വരുന്ന ശബ്ദമാണ്. യെസ് എന്നല്ലാതെ അതിനോട് വൈരുദ്ധ്യം പ്രകടിപ്പിക്കുന്ന ഒന്ന് ഭർത്താവിൽ നിന്നില്ല. ഭർത്താവിൽ നിന്നൊരു ശബ്ദമുണ്ടായാൽ ഭാര്യയ്ക്കതിൽ വൈരുദ്ധ്യമില്ല. ഇനി തിരുത്തണം എന്ന് തോന്നുന്ന ശക്തമായ ഒരാശയമുണ്ടെങ്കിലോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞ് കുറച്ച് സമയമെല്ലാം കഴിഞ്ഞു വന്ന് ആ കോശം ഒന്ന് തണുക്കുമ്പോൾ, കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴോ രാത്രിയിൽ ഒന്നിച്ച് ശയിക്കുമ്പോഴോ നീ ആ പറഞ്ഞത് എനിക്കൊരു സംശയം നിന്നോടൊന്ന് ചോദിക്കുകയാണ്, അത് അങ്ങനെയാണോ വേണ്ടതെന്നൊരു സംശയം. അത് ഞാൻ അന്നേരം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ അങ്ങനെയല്ല വേണ്ടത്. എനിക്കങ്ങനെ നിങ്ങൾ ചെയ്യുമോയെന്ന് പേടിയുണ്ടായിരുന്നു. നമുക്കത് അങ്ങനെ വേണ്ട, ഇങ്ങനെ ചെയ്യാം. ഭർത്താവാണ് പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞ് സൗമ്യമായി ആഹാരമൊക്കെ കൊടുത്തൊക്കെ ഇരിക്കുമ്പോൾ മെല്ലെ വന്നിട്ട്, അപ്പോൾ വേറൊരു അഹംബുദ്ധിയാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിലായില്ല? സംസാരിച്ച ഉടനെ പ്രവർത്തിക്കുന്ന അഹംബുദ്ധിയും അതൊക്കെ കഴിഞ്ഞ് സ്നേഹവും ഭാവവും ഒക്കെ മാറുമ്പോഴുണ്ടാകുന്ന അഹംബുദ്ധിയും വേറിട്ടായതുകൊണ്ട് ആ അഹംബുദ്ധി പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് കയറി ഇപ്പൊ ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർത്തിരിപ്പ് തന്നെ ഉണ്ടാവില്ല. അത് അന്നേരത്തെ ഒരു അഹംബുദ്ധിയിൽ വേറെ ഏതോ സാഹചര്യങ്ങൾ കൊണ്ട് ബോധം പ്രവർത്തിച്ചതാണെങ്കിൽ ഇപ്പോൾ അതില്ലെങ്കിൽ പിന്നെ അവിടെ വഴക്കിൻ്റെ പ്രസക്തിയില്ല. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു വേണമായിരുന്നു. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഞാൻ പൂരിപ്പിച്ചില്ല.
രണ്ടും ഞാൻ പൂരിപ്പിച്ചില്ല. നിങ്ങൾക്ക് മനസ്സിലായത് കൊണ്ട് പിന്നെ ഞാൻ പൂരിപ്പിക്കണ്ട. Am I right? ഇതാണ് അതിന്റെ പ്രത്യേകത. ഇത് ആഗമങ്ങൾ ഭാരതത്തിന് തന്ന ഏറ്റവും വലിയ സംഭാവനയാണ്. പ്രതിപ്രസവങ്ങളുടെ അവിടെ അക്ഷരങ്ങളാണ് ഇവയെല്ലാം. ഓങ്കാരം മുതൽ പുരുഷോത്തമ ബീജം വരെ ഏകാക്ഷര രൂപങ്ങളായ ബീജങ്ങളെയും അന്യങ്ങളായ ബീജങ്ങളെയും അപ്പോൾ തന്നെ പുറപ്പെടുവിക്കുന്നു. അതില് പരമേശ്വരനോട് അവിരുദ്ധമായിട്ട് പരാശക്തി മൂലാധാരത്തിൽ നിന്ന് പുറപ്പെടുന്നു. സർവലോക സൃഷ്ടികാരണമായ അവൾ ആ വിധത്തിൽ ഗുണിതയായിട്ട് എന്നൊരു പദപ്രയോഗമുണ്ട്. ഗുണിതമെന്താണ്? ഗുണിതയാകുന്നു. അതാതിനെ സൃഷ്ടിക്കുവാനായി വീണാതന്ത്രികളിൽ അങ്കുലീ സംയോഗം കൊണ്ടെന്ന പോലെ സുഷുപ്നയായ പരമേശ്വരനോട് കുണ്ടലിനി ചെയ്യുന്ന സംസർഗത്തിന് ഗുണിതമെന്ന് പറയുന്നു. ആ ഗുണിതമാ സൃഷ്ടിയുടെ ചോദന അതനുഭവിക്കും. വീണയുടെ തന്ത്രി, വീണ കണ്ടിട്ടുണ്ടാവും, അതേലിങ്ങനെ കൈയോടുന്ന കണ്ടിട്ടുണ്ടാവും. മനസ്സിലായല്ലേ? ഇതുപോലെ ആ സുഷുപ്നയില് പരമേശ്വര സ്വരൂപമായിരിക്കുന്ന സുഷുപ്നയിൽ പരമേശ്വരിയായിരിക്കുന്ന കുണ്ടലിനി സ്പന്ദങ്ങളെ ഉണ്ടാക്കുമ്പോൾ കുണ്ടലിനി ചെയ്യുന്ന സംസർഗത്തിൽ നിന്നാണ് ഗുണിതമുണ്ടാകുന്നത്. അങ്ങനെ ഗുണിതമുണ്ടായി ശബ്ദത്തെ സൃഷ്ടിക്കുന്നു എന്നാ പറഞ്ഞു. ബീജങ്ങളെയും അന്യങ്ങളായ ബീജാക്ഷരങ്ങളെയും പുറപ്പെടുവിക്കുന്നു. അപ്പൊ ശബ്ദബ്രഹ്മസ്വരൂപിണിയായ ആ കുണ്ടലിനി ശക്തിയെ പ്രസവിക്കും. ശക്തി എന്നത് മൂലകാരണമായ ശബ്ദത്തിന്റെ ഉന്മുഖീകരണാവസ്ഥയാകുന്നു. ആ ശക്തിയിൽ നിന്ന് ധ്വനിയും അതിൽ നിന്ന് നാദവും നാദത്തിൽ നിന്ന് നിരോധിയും അതിൽ നിന്ന് അർത്ഥേന്ദുവും അതിൽ നിന്ന് ബിന്ദുവും ബിന്ദുവിൽ നിന്ന് പരയും പരയിൽ നിന്ന് പശ്യന്തിയും അതിൽ നിന്ന് മധ്യമയും തുടർന്ന് അതിൽ നിന്ന് വൈഖരിയും ഉണ്ടാകും. ഇതാണ് സൃഷ്ടിക്കുന്നത്. നാദങ്ങൾ പരാ പശ്യന്തി മധ്യമ വൈഖരി. ഇങ്ങനെ ഉണ്ടാകുന്നതിന് ഇച്ഛ ജ്ഞാന ക്രിയാശക്തികളുടെ ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തികളുടെ രൂപവും തേജോരൂപവും അവയുടെ ജീവരൂപവും തേജോരൂപവും ത്രിഗുണാത്മികയുമാകും അവൾ. അവൾ അക്ഷരങ്ങളുടെ വർണ്ണമാലയെ സൃഷ്ടിക്കുന്നു. അക്ഷരത്തിൽ നിന്ന് കലകളെയും രുദ്രാദി ദേവന്മാരെയും പ്രസവിക്കുന്നു. അതിൽ നിരോധിക എന്നൊരു പദം ഉണ്ട്. എന്താണ് നിരോധിക? അഗ്നി, അർദ്ധേന്ദു, ചന്ദ്രൻ, ബിന്ദു
ഇവ ചന്ദ്രാഗ്നികളുടെ സംയോഗത്തിൽ വെച്ച് തേജോനിധിയായ ആദിത്യനാകുന്നു. അതിനെയാണ് നിരോധിക എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞപ്പോൾ ആ ശക്തിയിൽ നിന്ന് നിരോധികയും അതിൽ നിന്ന് അർദ്ധേന്ദുവും അതിൽ നിന്ന് ബിന്ദുവും ബിന്ദുവിൽ നിന്ന് പരയും പരയിൽ നിന്ന് പശ്യന്തിയും പശ്യന്തിയിൽ നിന്ന് മധ്യമയും മധ്യമയിൽ നിന്ന് വൈഖരിയും എന്ന് പറയുകയുണ്ടായി. അതിലെ അഗ്നി, അർദ്ധേന്ദു, ചന്ദ്രൻ, ബിന്ദു എന്നത് ചന്ദ്ര അഗ്നികളുടെ സംയോഗത്തിൽ വെച്ച് തേജോനിധിയായ ആദിത്യനാകുന്നു. അതിനാൽ ശിവശക്തി രൂപമായ ബിന്ദുവിൽ നിന്നുണ്ടായ അകാരാദി വികാരങ്ങളായ അക്ഷരങ്ങൾ അഗ്നിഷ്ഠോമങ്ങളാകും. സൂര്യൻ, സോമൻ, അഗ്നി രൂപങ്ങൾ, അതിനെയാണ് അഗ്നിഷ്ഠോമങ്ങൾ എന്ന് പറയുന്നത്. അർത്ഥസൃഷ്ടി സൂക്ഷ്മവും ശബ്ദസൃഷ്ടി സ്ഥൂലവുമാകുന്നു. ഇങ്ങനെയാണ് ബീജാക്ഷര മന്ത്രങ്ങളുടെ ഉത്ഭവം. ഇതിനെയാണ് ഋഷിമതം എന്ന് പറയുന്നത്. ഋഷിമതം എന്നറിയപ്പെടുന്നതാണ്. എങ്ങനെ ഇങ്ങനെ ഉണ്ടാകും നാദത്തിലെന്ന് ചോദിച്ചാൽ അതിനന്നേ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ദൃഷ്ടാന്തം. നാദമുണ്ടാകുമ്പോൾ കൂണുണ്ടാവും. കണ്ടിട്ടുണ്ടാവും? ഇടിനാദമുണ്ടാകുമ്പോൾ കൂണ് മുതലായവ ഉണ്ടാവും. കൂണ് മുതലായവ മാത്രമല്ല ഉണ്ടാകുക, പുറ്റിനകത്തെ ചെതലിന് ചിറക് മുളയ്ക്കും. കണ്ടിട്ടുണ്ടോന്ന് ഇല്ല? ചിറക് മുളയ്ക്കും. നൂറുകണക്കിന് പുതിയ ജനുസുകൾ ഉണ്ടാവും. ശ്രീസൂക്തം രോഹന്തി സർവാഭൂതാനി. മത്സ്യങ്ങള്, ഞണ്ടുകള്, പുതിയ സസ്യങ്ങളുടെ വിത്തിനങ്ങള്, സസ്യങ്ങള് ഒക്കെ പർജന്യനോടൊപ്പം പെയ്തിറങ്ങും. അങ്ങനെ പെയ്തിറങ്ങുമ്പോൾ ജീവനുള്ള മത്സ്യവും ഒക്കെ വീണ് പിടയ്ക്കുമ്പോൾ കിഴക്കൻ മേഖലകളിലൊക്കെ ചില അമ്മമാർ ചോദിക്കും, കുഞ്ഞ് കരയുന്നുണ്ടോ നോക്കാം. മനുഷ്യ ശിശുക്കൾ വരെ ചിലപ്പോൾ ഉണ്ട്. മനുഷ്യ ശിശുക്കൾ വരെ ചിലപ്പോഴുണ്ടാവും. സൃഷ്ടി പലവിധമാണ്. സൃഷ്ടി ഒരു വിധത്തിലേ ആവൂ എന്ന് ഒരു നിർബന്ധമില്ല. മത്സ്യം പെയ്യുമെന്ന് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടപ്പോൾ മനസ്സിലായില്ല. മുമ്പ് നിങ്ങൾ സമ്മതിച്ചിരുന്നില്ല. പെട്ടെന്നൊന്നും മഴയത്ത് കണ്ടതല്ല. ഇപ്പൊ അടുത്ത കാലത്ത് 1-2 മഴയത്ത് കൂട്ടമായി മത്സ്യം പെയ്തപ്പോൾ നിങ്ങളുടെ ശാസ്ത്രകാരന്മാർ പത്രത്തിൽ എഴുതി അത് കടലിലെ മീൻ സ്യൂഡോപോഡിയ ആയിട്ട് പൊടിഞ്ഞ് ആകാശത്തൂടെ നീരാവിയിൽ ചെന്ന് അവിടുന്ന് തിരിച്ചു മത്സ്യമായി വീണതാണ്. മനസ്സിലായില്ല? വേറൊരുത്തൻ എഴുതി മത്സ്യത്തിൻ്റെ ബീജം നീരാവിയുടെ കൂടെ എങ്ങനെയോ കലർന്ന് അവിടെ ചെന്ന് കൂട്ടിയോജിച്ച് അത് വിരിഞ്ഞ് മത്സ്യമായി പെയ്തിറങ്ങി. മനസ്സിലായില്ല? കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വായിച്ചിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ ഉണ്ടാകാവൂ എന്ന് ശാസ്ത്രകാരന് നിർബന്ധമുണ്ട്. ഇങ്ങനെ അല്ലാതെ ഉണ്ടാകാൻ പാടില്ല. ശാസ്ത്രം പറയുന്നതായതുകൊണ്ട് അത് അന്ധവിശ്വാസമല്ല. അടുത്ത കാലത്ത് ഇത് മരിച്ചു, ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തു മരിച്ചു.
ശാസ്ത്രം പഠിച്ചവരാണ് അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാം. സഹോദരങ്ങളും അച്ഛനും അമ്മയും കൂടെ കൂടി ഡെഡ് ബോഡി ഏറ്റുവാങ്ങാൻ 6-ാം ദിവസം പോയി. മോർച്ചറി വെച്ചിരിക്കുകയാണ്, ചാരി വെച്ചിരിക്കുകയാണ്. അവിടെ ചെന്നു 6-ാം ദിവസം. എവിടെയോ കേരളത്തിലെ ഒരു ഹോസ്പിറ്റലാണ്. അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നിടത്താണ് ചാരി വെച്ചിരിക്കുന്ന, സാധനം എടുത്തുകൊണ്ടിരാന്ന് പറഞ്ഞു. കയറി ചെന്നൊന്ന് നോക്കി. 2 ദിവസത്തെ സമയം വേണം, വേറെ മൊബൈൽ മോർച്ചറി ശരിയാക്കണം, അതിൽ വേണം കൊണ്ടുപോകാൻ എന്നൊക്കെ ബന്ധുക്കൾ പറഞ്ഞ് ഒരു 2 ദിവസവും കൂടി ഇവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ് കയറി ചെല്ലുമ്പോൾ ഇവൻ പറഞ്ഞ്, ഞാൻ ചത്തിട്ടില്ല, നിങ്ങളുടെ കൂടെ വരിക. അപ്പോൾ ഉടനെ തന്ത പറഞ്ഞത്, പുള്ളി ആധുനിക ശാസ്ത്രത്തിൽ PhD കഴിഞ്ഞ ആളായതുകൊണ്ട് പറഞ്ഞത്, ഏഷ്യയിലെ 1-ാമത്തെ 2 ഡോക്ടർമാരാ നീ ചത്തു എന്ന് പറഞ്ഞത്, മിണ്ടാ അവിടെ ഇരുന്നോളാം. അതുകൊണ്ട് വേറൊരു തരത്തിലുണ്ടാവില്ല എന്ന കാര്യം നിങ്ങൾക്കുറപ്പാണ്. മനസ്സിലായില്ല? കാരണം നിങ്ങൾ ശാസ്ത്രം പഠിച്ചവരാണ്. അതിന് വെളിയിൽ ചിന്തയുണ്ടാകുമെങ്കിൽ മെല്ലെ ഒന്ന് ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഫാക്കൽറ്റിക്ക് വിസ്തൃതി ഉണ്ടാവും, പ്രതീക്ഷിക്കാത്ത വിസ്താരമുണ്ട്. ആ വിസ്താരത്തിൽ നിന്ന് പഠിച്ചാൽ എളുപ്പമുണ്ടാവും. അതുകൊണ്ടാണ് സോമസൂര്യാഗ്നി രൂപങ്ങൾ അർത്ഥ സൃഷ്ടി സൂക്ഷ്മവും ശബ്ദസൃഷ്ടി സ്ഥൂലവും ആകുന്നു. ഇങ്ങനെയാണ് ബീജാക്ഷര മന്ത്രങ്ങളുടെ ഉത്ഭവം. ഇതാണ് ഋഷിമന്ത്രം. ഇതിനവർ ദൃഷ്ടാന്തം പറയുമ്പോഴാണ് മുമ്പ് ഞാൻ പറഞ്ഞ ദൃഷ്ടാന്തം പറയും. ശബ്ദത്തിൽ എങ്ങനെ സൃഷ്ടിയുണ്ടാവും, ഇടിമുഴക്കം മുതലായവയിൽ നിന്നുണ്ടാവും. അതില് ഏറ്റവും ശ്രദ്ധേയമായത് നാദമുണ്ടാവുമ്പോൾ ഹ്രീം, ഈ സംയുക്ത അക്ഷരം ബ്രഹ്മ വിഷ്ണു ശിവന്മാരുടെയും ദിഗ്ദേവതകളുടെയും മാതൃക്കളുടെയും സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും ആദിത്യന്റെയും വിദ്യയായ ശിവയുടെയും ബീജമാവും. ഹ്രീം ബീജം. ഇതിൻ്റെ എല്ലാം ബീജമാണ്. എങ്കിലും ഇതിൻ്റെ പ്രധാന ദേവതകൾ ശിവശക്തികളാകുന്നു, അഥവാ ശിവശക്തികൾ ഇതിലടങ്ങുന്നു. ശിവശക്തി യോഗമാകുന്നു ഹ്രീം ബീജം. ഹകാരം ശിവൻ, ഹകാരരേഭമായ ഈകാരത്തോട് ചേരുമ്പോൾ അംബികയാകും. രേഭം ബ്രഹ്മപരമല്ല, രുദ്രപരമെന്ന അഭിപ്രായവുമുണ്ട്. ഹ്രീം എന്നതിൻ്റെ മുകളിൽ കാണുന്ന ബിന്ദു ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കില്ലേ, ചന്ദ്രനാകുന്നു. ശിവനും ഗൗരിയും ചന്ദ്രനെ ധരിക്കുന്നു. അപ്പോൾ ഈ ബീജം അഗ്നിഷ്ഠോമാത്മകവും ശിവശക്തിയാത്മകവും ആകുന്നതിനാൽ ഇതിൻ്റെ ദേവത പരബ്രഹ്മമാകുന്നു. ഹകാരത്തിന് ശൗര്യമെന്നർത്ഥമുണ്ട്. ഈകാരത്തിന് വ്യാപിക്കുന്നത്, ശോഭിക്കുന്നത്, പുകൾപെറ്റത്, ഇങ്ങനെ അർത്ഥങ്ങളുണ്ട്. അതൊക്കെ വിസ്തരിച്ച് ഉപന്യസിച്ച് തരേണ്ടതാണ്. വളരെ വിസ്തരിച്ച് ഉപന്യസിച്ച് തരേണ്ടതാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. സൃഷ്ടിസ്ഥിതി രൂപങ്ങളുടെയും ദീപ്തിയുടെയും കർത്തൃ എന്നാണ് അതുകൊണ്ട് അതിൻ്റെ അർത്ഥം. ഹകാര ഇകാരങ്ങളുടെ മധ്യത്തിലെ രേപത്തിന് ദാനം ചെയ്യുന്നത് എന്നർത്ഥം. ഒടുവിലെ മകാരത്തിന് ശിവശക്തികളുടെ നിർമ്മാണം എന്നാണ് അർത്ഥം. അതിനാൽ ഹ്രീം എന്നതിന്
സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളെ ചെയ്യുന്നതും ശോഭിക്കുന്നതും സർവവ്യാപിയായിരിക്കുന്നതും അഭീഷ്ടത്തെ കൊടുക്കുന്നതുമായ ശിവശക്തികളുടെ ഐക്യം എന്നർത്ഥമാകും. ഇതാണ് ആ ബീജാക്ഷരത്തിന്റെ അർത്ഥം. സ്മരമയം ക്ലീംകാരത്തെയും ഹരമയം ഹ്രീംകാരത്തെയും സൂചിപ്പിക്കുന്നു. ശൈവം, ശാക്തം, ഭഗവതി, ഭഗവൻ എന്നർത്ഥം. ദേവീബീജമായ ഈ ഹ്രീംകാരം ധർമാർത്ഥ കാമമോക്ഷങ്ങളെ കൊടുക്കുന്നു. ഈ ബീജത്തിന്റെ മുമ്പിലും പിമ്പിലും ശ്രീംകാരത്തെ ചേർത്ത് ജപിച്ചാൽ മതി, കീർത്തി, ഐശ്വര്യം, പുത്രസമ്പത്ത് ഇവയെല്ലാം ഉണ്ടാവും. നേരത്തെ പറഞ്ഞ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പഞ്ചദശാക്ഷരി, ഷോഡശാക്ഷരിയാണ് നിങ്ങൾ ചോദിച്ചത്. അത് ഞാൻ പറഞ്ഞില്ല. കാരണം അതിലെ അവസാനത്തെ അക്ഷരം ഗുരുമുഖത്തു നിന്ന് നേരിട്ട് ഗുരുവേക ശരണനായ ശിഷ്യൻ ഗ്രഹിക്കേണ്ടതാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അത്യധികമായ തൃഷ്ണയുണ്ടെങ്കിൽ അത് ലഭിച്ചിരിക്കും. മന്ത്രത്തിന്റെ സൂക്ഷ്മ രൂപത്തിലേക്ക് കടക്കുമ്പോഴാണ് ഋഷികുലം, ഋഷി മതം അതിനെ ഏറ്റവും ഭംഗിയിൽ സംയോജിപ്പിച്ചു തരുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ ബീജത്തിന്റെ മുമ്പിലും പിമ്പിലും ശ്രീംകാരത്തെ ചേർത്ത് ജപിച്ചാൽ മതി, ബുദ്ധി, കീർത്തി, ഐശ്വര്യം, പുത്രസമ്പത്ത് എല്ലാം ഉണ്ടാവും. ഹ്രീം ബീജത്തെ ഏതെങ്കിലും ഒരു മന്ത്രത്തിന്റെ ആദിയിൽ ചേർത്ത് ജപിച്ചാൽ നിർവാണപദമുണ്ടാവും. ഓം ഹ്രീം ശ്രീം എന്നിങ്ങനെ ജപിച്ചാൽ ദേവിയോട് സായുജ്യമുണ്ടാവും. ചാരുഹംസേന നിര്യാന്തി എന്നാണ് പറയുന്നത്. ഒന്നും അണ്ണുവിട തെറ്റില്ല, ശങ്കയൊന്നും വേണ്ട. ആർക്കും ജപിക്കാം, അതിൻ്റെ മര്യാദകളോടുകൂടി. അത് ഞാൻ മറ്റ് ക്ലാസിൻ്റെ സമയങ്ങളിൽ ഓരോന്നായി വിശദീകരിച്ചിട്ടുണ്ട്. അവ പാലിക്കുമെങ്കിൽ ജപിക്കാം, ആർക്കും ജപിക്കാം. ഞാൻ പുറത്തേക്ക് പറഞ്ഞവയെല്ലാം ആർക്കും ജപിക്കാം. പറയാത്തവ നിങ്ങൾക്ക് ഉപദേശം കിട്ടിയാൽ ജപിക്കാം. നിങ്ങളുടെ ഗോത്ര സംസ്കൃതിക്കിണങ്ങുന്ന ഗുരുക്കന്മാരിൽ അങ്ങനെ പഠിച്ചാലേ, പാരമ്പര്യ വഴിയിൽ പഠിച്ചാലേ കിട്ടുള്ളൂ. പാരമ്പര്യത്തിൻ്റെ വഴിയിലാണിത് കിട്ടുന്നത്. എന്തുകൊണ്ടോ ഞാനിത് പഠിപ്പിച്ചു തരുന്നു എങ്കിലും ഞാൻ നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ വഴിയിലല്ല. അതെനിക്കറിയാം. അതുകൊണ്ട് വഴികളൊക്കെ ഞാൻ പറഞ്ഞുതരാം. മറ്റത് നിങ്ങൾ തേടിപ്പിടിക്കുകയോ, നിങ്ങളെ ഒരു ദിവസം നിങ്ങൾ ഇത് കേട്ടിട്ട് പോയി അതിൻ്റെ മര്യാദകളോട് കൂടി ജീവിച്ചാൽ നിങ്ങളെ അവർ തേടി വരികയോ ചെയ്യും. രണ്ടിലേതായാലും അത് ഉത്തമം. ഈ യാത്ര വെറുതെ ആവില്ല. അത് മാത്രം ഞാൻ പറയാം.
നിങ്ങൾ തമാശയ്ക്ക് യാത്ര ചെയ്തതായാൽ കൂടി ചുമ്മാ ഒരു ക്യാമ്പുണ്ടെന്ന് കേട്ടു, അതാണെങ്കിൽ പോലും നിങ്ങൾ കെണിഞ്ഞു. അത്രയും എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ ചുമ്മാ ഒരു തമാശയ്ക്ക് ഏതാണ്ടൊരു തന്ത്രമുണ്ട്, വന്നു കഴിഞ്ഞ് പേരുമൊക്കെ രജിസ്റ്റർ ചെയ്ത് ക്ലാസ് തുടങ്ങിയപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു സാധനമല്ല ഞാൻ പറഞ്ഞത്. ആം ഐ റൈറ്റ്? ഇന്ന് വരെ ഞാനും നിങ്ങളുമായുള്ള ഈ അഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ വൈപരീത്യം അതാണ്. ഇസ് ഇറ്റ് റൈറ്റ്? ആം ഐ റൈറ്റ് മാഷേ? അങ്ങോട്ട് ഞാൻ ചോദിക്കുന്നില്ല, ഇങ്ങോട്ടായിരുന്നു. പുറപ്പെടുമ്പോൾ, നിങ്ങളൊരു ക്ലാസ്സിന് പുറപ്പെടുമ്പോൾ ആഗമങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സങ്കല്പമുണ്ട്. ഇസ് നോട്ട്? എറണാകുളത്തു നിന്നും തൊടുപുഴയിൽ നിന്നും ഒക്കെ പുറപ്പെടുമ്പോൾ ഒരു സങ്കല്പമുണ്ട്. ഇസ് ഇറ്റ് ട്രൂ? ഇവിടെ എത്തിക്കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ സങ്കല്പിച്ചതൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണോന്ന് മാത്രമാണ് ചോദ്യം. അല്ല, ആ വഴിയിലേ അല്ല നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് തെളിച്ചു പറഞ്ഞത്, നിങ്ങൾ ഇപ്പൊ പോകുന്ന ആ വന്ന വഴി, നിങ്ങൾ തമാശയ്ക്ക് വന്നാലും കാര്യമായിട്ട് വന്നാലും ഒരു അന്വേഷകനായി വന്നാലും നിങ്ങൾ ഈ വരയ്ക്കുള്ളിലൂടെ മാത്രമേ പോകൂ. അതിതിൻ്റെ രഹസ്യമാണ്, ആഗമങ്ങളുടെ രഹസ്യമാണ്. അതുകൊണ്ട് ഓം ഹ്രീം ഓം എന്ന് ജപിച്ചാൽ ദേവിയോട് സായുജ്യമുണ്ട്. അതിന് പറയുന്ന ചാരുഹംസേന നിര്യാന്തിയും, അരയന്നമാകുന്ന വാഹനത്തിൽ സഞ്ചരിക്കുന്ന സരസ്വതിയായ എന്നെ എന്ന് ഇതിൻ്റെ സ്ഥൂലാർത്ഥം. സ്ഥൂലാർത്ഥത്തിൽ കാര്യമില്ല. ഹംസമന്ത്രത്തോടുകൂടി സഞ്ചരിക്കുന്ന എന്നെ എന്ന് സൂക്ഷ്മാർത്ഥം. ഹംസമന്ത്രത്തോടുകൂടി സഞ്ചരിക്കുന്ന എന്നെ. ഹംസമന്ത്രം അജബയാണ്. അജബയോടുകൂടി സഞ്ചരിക്കുന്നവൾ. ഇതാണ് ആഗമത്തിൻ്റെ രഹസ്യത്തിൻ്റെ രഹസ്യം. ഒരിക്കലും എളുപ്പത്തിൽ കിട്ടില്ല. അതുകൊണ്ട് അജബ എന്ന ഹംസമന്ത്രത്തിന്റെ രൂപഭേദമാണ് ഹ്രീം കാര്യം. ഹംസമന്ത്രരൂപമുണ്ട്. ഒരു പേന എടുത്തിട്ട് ഒരു കുത്ത്, രണ്ട് ബിന്ദുക്കൾ, അതിന് നടുക്കൊരു ബിന്ദു ഇട്ടാൽ എങ്ങനെ ഇരിക്കുമോ അതാണ് അതിൻ്റെ രൂപം. മനസ്സിലായോ എന്നറിയില്ല. ഒരു ബിന്ദു, രണ്ട് ബിന്ദു. മനസ്സിലായി? രണ്ട് ബിന്ദുക്കൾ ഇങ്ങനെ ഇടുക, അതിൻ്റെ കൃത്യം നടുക്കൊരു ബിന്ദു ഇടുക, അപ്പോൾ 5 ബിന്ദുക്കളുണ്ട്.
അതാണ് അതിൻ്റെ രൂപം. ഇങ്ങനെ 5 ബിന്ദുക്കൾ ചേർന്നാണ് ഈ ഹംസമന്ത്രം. അതിലൊന്ന് നിശബ്ദം സ്വരൂപമാണ്. സകല പ്രാണികളും സദാ ജപിക്കുന്ന മന്ത്രമാണ്. അവൻ ഞാനാകുന്നുവെന്ന് നിത്യനിരന്തരമായി ജപിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കും. ഓരോ ശ്വാസത്തിലും ഈ ജപമുണ്ട്. ഈ ജപം ഉള്ളിടത്തോളം കാലം വേറെ ജപിച്ചില്ലെങ്കിൽ പോലും ഈ വഴിയിൽ പോയിരിക്കും. അത് തിരിച്ചറിയിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ച ചോദ്യം. നിങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങളതിന് പാകമായോ, ചോദിക്കുന്ന ചോദ്യകർത്താക്കന്മാർക്കപ്പുറം ബാക്കിയിരിക്കുന്നവർ പാകമായോ, അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ചോദിച്ചാൽ പറഞ്ഞു തരിക എന്ന ധർമ്മം എൻ്റെതാണ്. ഉച്ചരിക്കണം, കൊണ്ടൊന്ന് ബിന്ദുവിൽ നിർത്തണം. അത് എടുക്കുന്നത് മുകളിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് എന്നുള്ളത് താഴേക്ക് കൊണ്ടുവരണം. എന്നിട്ട് കൊണ്ടുവന്നിട്ട് വേണം അവിടെ കൊണ്ടുവന്ന് ബിന്ദുവിൽ ലയിപ്പിക്കാൻ. അങ്ങനെ ലയിപ്പിച്ചാൽ നിശ്ചയമായും ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം കിട്ടും. അതാണ് ഇതിനുള്ള വഴി. അതുകൊണ്ടാണ് ഹംസവാഹനയായ ദേവി എന്ന് പറയുന്നത്. ഹംസം നീരക്ഷീര വിവേകമുള്ളതാണ്. നീരക്ഷീര വിവേകിതു ഹംസോ ഹംസബഗോ ബഗായ. അതുകൊണ്ട് സകല പ്രാണികളും സദാ ജപിക്കുന്ന അജപാമന്ത്രത്തിന്റെ ഉൽപ്പത്തി പ്രാണാപാനന്മാർ നാഭിമധ്യത്തിൽ വച്ച് തമ്മിൽ ഘടിപ്പിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞ് പ്രാണൻ മേൽപോട്ടും അപാനൻ കീഴ്പോട്ടും പ്രവേശിക്കുന്നു. ഈ 2 പ്രാണങ്ങളുടെയും പരസ്പര ആകർഷണത്താൽ പ്രാണികൾക്ക് ശ്വാസമുണ്ടാകും. ഈ ആകർഷണത്താൽ പ്രാണവായുവിൽ നിന്ന് കണ്ഠത്തിൽ ഹം എന്ന ശബ്ദമുണ്ടാകും. അപാനന്റെ ആകർഷണം കൊണ്ട് സകാരവും ഉണ്ടാകും. ശ്വാസം മേൽപോട്ട് പോകുമ്പോൾ ഹംകാരവും കീഴ്പോട്ട് പോകുമ്പോൾ സകാരവും ഉണ്ടാകും. അതുകൊണ്ടാണ് ഹംസ. ഇങ്ങനെ ജീവൻ എപ്പോഴും ഹംസ ഹംസ എന്ന് ജപിക്കുന്നു. ഇത് അജപ എന്ന് പേരായ ഗായത്രിയാണ്. ഇതിനെ അറിഞ്ഞാൽ മോക്ഷമുണ്ടാവും. ഐംകാരം വാഗ്ഭവ ബീജമാകും. വാഗ്ഭവവുമായും ത്രിപുരമായും ഇരിക്കുന്ന ഐംകാരത്തെ മൂലാധാരത്തിൽ സ്വർണനിറമായും അവിടെ അരുണയായിരിക്കുന്ന അഗ്നി കുണ്ടലിനിയെയും ഹൃദയത്തിൽ സൂര്യകോടി സമപ്രഭയായ ക്ലീങ്കാരത്തെയും അവിടെ തന്നെ നിത്യാനന്ദ സ്വരൂപിണിയായ സൂര്യകുണ്ടലിനിയെയും ഭ്രൂമധ്യത്തിൽ ചന്ദ്രകോടി സമപ്രഭയായ ചന്ദ്രകുണ്ടലിനിയെയും ബിന്ദുവിൽ ഈ ബീജത്രയത്തോടുകൂടി ബിന്ദുത്രയാത്മികയായിരിക്കുന്ന തുര്യയെയും അപ്പോൾ ധ്യാനിക്കണം. ഈ ഹംസമന്ത്രത്തിന്റെ ബിന്ദുത്രയാത്മികയാകുന്നു വാഗ്ദേവി. അതിനാൽ ത്രിപുര എന്ന് പേർ സിദ്ധിച്ചു. ത്രിപുരം എന്നത് ഹംസമന്ത്രത്തിന്റെ ആദ്യത്തെ 3 ബിന്ദുക്കളാണ്. മുമ്പ് വരച്ച ആ 3 ബിന്ദുക്കളാണ്. ഹം എന്നതിൻ്റെ ആദ്യത്തെ ബിന്ദു ബ്രഹ്മാവും, രണ്ടാമത്തെ ബിന്ദു വിഷ്ണുവും, മൂന്നാമത്തെ ബിന്ദു രുദ്രനും, ബാക്കിയുള്ള 2 ബിന്ദുക്കളിൽ 1 ഈശ്വരനും 2 സദാശിവനുമാകും. അതുകൊണ്ട് ഹരിഹരന്മാരുടെ
രൂപം ബിന്ദുത്വം കൊണ്ടേകമാകുന്നു, ഭേദമില്ല. ഹംസമന്തം ശിവവിഷ്ണുവാത്മകമാകുന്നു. ഇതിലിരിക്കുന്ന ബ്രഹ്മബിന്ദു വാമ എന്ന ശക്തിയാകുന്നു. വിശ്വത്തെ വമിപ്പിക്കുന്നതുകൊണ്ട്, ഛർദിക്കുന്നതുകൊണ്ട് വാമ എന്ന് പേർ. വിഷ്ണു ബിന്ദു ജ്യേഷ്ഠ എന്ന ശക്തിയാണ്. അതുകൊണ്ട് ഹൃദയകമലത്തിൽ അരുണയായ ഭഗവതിയെ ധ്യാനിച്ച് ഉപാസിക്കുന്ന സാധകന്മാർ പുരുഷരൂപം ധരിച്ച സരസ്വതീദേവി എന്ന പോലെ ശൃംഗാരരസപ്രധാനങ്ങളായ വാഗ്വിലാസങ്ങളാൽ സഭാവാസികളെ സന്തോഷിപ്പിച്ച് രമിപ്പിക്കും. മാതൃകാക്ഷരാത്മികയായ ഭഗവതി സരസ്വതീ രൂപയായിട്ട് തന്നെ സാരസ്വതത്തെ, വാക്സിദ്ധിയെ പ്രദാനം ചെയ്യുന്നത് യുക്തമാകുന്നു. അരുണവർണ്ണ ധ്യാന മഹാത്മ്യത്താൽ വാഗ്വിലാസ പ്രവർത്തനം ശൃംഗാരരസപ്രധാനമായും ഭവിക്കുന്നു. ഇത്രയും മതി. ഇപ്പോൾ ഇത്രയല്ല, വാമകേശ്വര തന്ത്രത്തിലും മറ്റും വളരെയധികം രഹസ്യങ്ങളുണ്ട്. അത് നമുക്ക് പിന്നെയാവും. പറഞ്ഞ സമയം കഴിഞ്ഞ് കാമണിക്കൂറുണ്ടായി. അതുകൊണ്ട് ഈ ക്ലാസ് നാളെ ഉച്ചയോടുകൂടി തീരുക. വളരെ വളരെ രഹസ്യങ്ങളടങ്ങുന്ന അതീവ ഗുഹ്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്. മുഴുവൻ രഹസ്യമയമായ വിദ്യയുടെ ഗൂഢാർത്ഥ സംവേദകങ്ങളായ തലങ്ങളിലൂടെ തന്നെയാണ് നാം സഞ്ചരിച്ചത് ഈ ദിവസങ്ങളിൽ. ഗൂഢാവബോധപ്രധാനയായ അരുണ നിങ്ങൾക്ക് വരമരുളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ സന്തതി പരമ്പരകൾക്കും ഭാവി ഭാരതത്തിൻ്റെ വാഗ്ദത്ത ഭൂമിയിലേക്ക് അനശ്വര പ്രയാണം ചെയ്യുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഗുരുപരമ്പരയുടെ ഈ ഇംഗിതത്തിന് എന്നെ നിയോഗിച്ച ആ മഹാശക്തിക്ക് മുമ്പിൽ ഭക്തി പ്രശ്രയപൂർവം പ്രണമിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. മാതർമേ മധുകയുടെ ഭക്തി മഹിഷ പ്രാണാപഹാരുദ്യമേ ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടർദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരശ്രുതു വിദം ദുർഗേ നമസ്തേ. ഹരി ഓം. ഹരി.